ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മ ജോണിനെയും വീണനെയും കുറിച്ചുള്ള തൻ്റെ സംശയങ്ങൾ ശിവരാമേട്ടനുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ റീജോയിനിങ് ഓർഡർ വന്നിട്ട് മേരിക്കുട്ടിയും ജോണും വന്നല്ലോ. നേരം അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് നിന്റെ ഉള്ളിൽ ഇതിരിക്കുന്നോണ്ട് തോന്നുവാണെന്ന് ശിവരാമേട്ടനും. ആവും അല്ല ഏട്ടാ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതിപ്പോ നിനക്ക് ടെൻഷന്റെ വിഷയമാവണ്ട. അങ്ങനെ ഇപ്പോ കുട്ടികൾക്ക് തോന്നിയാലും ടെൻഷൻ ആവണ്ട. കുട്ടികൾക്ക് ശരിയായ തീരുമാനമെടുക്കാനുള്ള വകതിരിവൊക്കെയുണ്ട്. അന്ന് ആ കാരണവരെ കൊച്ചുങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്കൊരു സംശയവുമില്ലായിരുന്നല്ലോ. ഉറപ്പല്ലേ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ ഉറപ്പാണെന്ന് ടീച്ചറമ്മയും. എല്ലാവരും കൂടി പറഞ്ഞ് അവരെ മാറ്റുവാണേലേ അതിലും ടെൻഷൻ അടിക്കണ്ടെന്നേ. അതൊക്കെ വരുന്ന വഴിയെ നോക്കാമെന്ന് ശിവരാമേട്ടനും. അങ്ങനൊരു സാഹചര്യം വന്നാൽ അവര് പറഞ്ഞതൊക്കെ ശരിയായിന്ന് വരില്ലേ എന്ന് ടീച്ചറമ്മ വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോൾ അവര് തമ്മിൽ സംസാരിച്ചതിന് ഇത്രയൊക്കെ കാട് കയറേണ്ട കാര്യമൊന്നുമില്ല, നീ അത് വീടെന്ന് ശിവരാമേട്ടനും. ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിലും ഡൗട്ട് തോന്നുമ്പോഴൊക്കെ സാധാരണ മേരിയോടാ ചോദിക്കാറ്. ഇതിപ്പോ മേരിയോട് ചോദിക്കാനും പറ്റില്ലെന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ മനസ്സിലായി ഇതൊന്നും വെറുതെ ആലോചിച്ച് കാട് കയറണ്ട. പുതിയ തലമുറയ്ക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ അറിയാം. നമ്മൾ അതിനെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് ശിവരാമേട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി ഏട്ടാന്ന് ടീച്ചറമ്മയും. അവിടെ മാധവത്തിലെ സീറ്റ് ഔട്ടിലിരുന്ന് അഡ്വക്കേറ്റ് സുജിയെ വിളിച്ചോണ്ടിരിക്കുകയാണ് റജി. മിക്കവാറും അഡ്വക്കേറ്റുകൾ വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കാറ്. കുറെ കാലം കക്ഷികളെ നടത്തിപ്പിച്ച് കുറച്ച് കാശടിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശം എന്നൊക്കെ റജി പറയുമ്പോഴേക്കും അത് കേട്ടോണ്ട് വന്ന വീണയും സംശയത്തോടെ അവനെ നോക്കി നിൽപ്പുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് മ്യൂച്വൽ അല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്, അത് നഷ്ടമല്ലേ എന്ന് റജി ചോദിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക നഷ്ടം മാത്രമല്ലല്ലോ ചേട്ടാ കാര്യം, കക്ഷികളുടെ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളും നമ്മൾ നോക്കണ്ടേ എന്ന് വക്കീലും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ചിരിയോടെ അത് നല്ല പോളിസിയാ എന്ന് പറഞ്ഞ് റജി തിരിയുമ്പോഴാണ് അരികെ നിൽക്കുന്ന വീണയെ കാണുന്നത്. റജി പെട്ടെന്ന് തന്നെ കൈവരിന്ന് എണീറ്റോണ്ട് പിന്നെ അമ്മച്ചി കഷായം മറക്കല്ലേന്ന് അപ്പച്ചനോട് പറയണേ. ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആരാ റജി ചേട്ടാ ഫോണിലെന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മച്ചിയാന്ന് റജിയും. വൻ ലോ പോയിന്റ്സ് ആണല്ലോ കേട്ടതെന്ന് വീണ പറയുമ്പോൾ അത് പിന്നെ അമ്മച്ചി കേസിന്റെ കാര്യം ചോദിച്ചതാണെന്ന് റജിയും. ഓ, മനസ്സിലായി അമ്മച്ചിയുടെ കേസ്. അതെ, കേസിൽ കെട്ട് നടക്കോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഒരത്യാവശ്യമുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് റജിയും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ ജാവേദ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മോഹൻ അറസ്റ്റിലായ ശേഷം സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി എന്ന് ജാവേദ് പറയുമ്പോൾ നമുക്കിട്ട് വെടിവെച്ചിട്ട് ഒരുത്തനിവിടെ വിലസി നടക്കാന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടല്ലേ എന്ന് വിഷ്ണുവോ. ഞാൻ ടിവിയിലെ വിഷ്വൽസ് കണ്ടായിരുന്നു. വേട്ടയ്ക്ക് പിടിച്ച മൃഗം അതൊരു ഉരുപ്പടി തന്നെയാ സാറേ. അവൻ മീഡിയയിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അകത്ത് കിടക്കാനായി പറ്റില്ല, പുറത്ത് കുറച്ച് പണിയുണ്ടെന്ന്. അകത്തുനിന്ന് നല്ലത് 2 കിട്ടുമ്പോൾ മെരുങ്ങുമെന്ന് ജാവേദും. എല്ലാം കേട്ടോണ്ടിരുന്ന രാധയും എനിക്കും മഹേഷിനുമെതിരെയുള്ള കേസ് എന്താവോ എന്തോ എന്ന് ടെൻഷനോടെ ചോദിക്കുമ്പോൾ അങ്ങേരല്ലായിരുന്നോ നിങ്ങളുടെ നിയമോപദേശകൻ, പോയി ചോദിക്കെന്ന് വിഷ്ണുവോ. ആള് ചേച്ചിയെ അളിയനെ വെച്ചൊന്ന് കളിച്ചു. ഇവരും ആളെ മനസ്സിലാക്കാതെ കൂടെ നിന്നെന്ന് ജാവേദ് പറയുമ്പോൾ സത്യ ജാവേദേ, ഞങ്ങളും കുറെ തെറ്റിദ്ധരിച്ചെന്ന് രാധയും. ഇനി കേസ് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. അമ്മ വിചാരിക്കുമെന്നറിയില്ല. നിങ്ങൾ അച്ഛനെ പൊക്കി അമ്മയുടെ മുന്നിൽ കുറെ ഷോ കാണിച്ചതല്ലേ, അതിന്റെ ചുരുക്ക് അമ്മയ്ക്ക് കാണുമെന്ന് വിഷ്ണുവോ. അമ്മയോട് ഞാനും മഹേഷും തെറ്റിപ്പറ്റിപ്പോയതാന്ന് മാപ്പ് പറഞ്ഞു. ആള് ഞങ്ങളെ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ചെന്ന് രാധ പറയുമ്പോൾ നിങ്ങൾക്കും ടീച്ചറെ എതിർക്കുന്ന ഒരാള് കൂടെ വേണമായിരുന്നു എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. ആൾക്കെതിരെ കുറെ കേസ് വരുന്നുണ്ട്, ഇനി ശരിക്കും പണിയാവുമെന്ന് ജാവേദും. നന്നായി, അയാൾ എന്നെ അത്രയ്ക്ക് ഹരാസ് ചെയ്തിട്ടുണ്ട്. അതെ സാർ, എനിക്കറിയാം എന്ന് പറഞ്ഞ് ജാവേദ് എഴുന്നേറ്റ് ഞാനെന്നാ ഇറങ്ങട്ടെ സാറേ. മോഹന്റെ അറസ്റ്റ് വാർത്ത കേട്ട ആവേശത്തിലെ സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് ജാവേദ്. ടെൻഷനോടെ രാധ വിഷ്ണുവിനെ നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവും ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിൽ മഹേഷ് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ഭാർഗവനും ശശികലയും അവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക. മഹേഷ് താഴോട്ടിറങ്ങി അവരെ മൈൻഡ് ചെയ്യാതെ പോവാൻ തുടങ്ങുമ്പോഴേക്കും മരുമോനെ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് ഭാർഗവൻ വിളിക്കുന്നുണ്ട്. മഹേഷ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും രേണുവും അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ മാമിക്കേ നിങ്ങളവിടെ എങ്ങനെ പെട്ടുപോയെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്, ഇവളത് കേൾക്കാനാ കൊതിച്ചിരിക്കുന്നത്, പറഞ്ഞുകൊടു മഹേഷേ എന്ന് ഭാർഗവൻ പറയുമ്പോൾ മഹേഷ് ഏട്ടൻ ചമ്മി നിൽക്കുക, ഞാൻ പറഞ്ഞു തരാം എന്ന് രേണു പറയുന്നുണ്ട്. മഹേഷ് ഏട്ടനും രാധേച്ചിയും കൂടെ അച്ഛനെ കൂട്ടി വരാമെന്ന് പറഞ്ഞാണല്ലോ നിലമ്പൂർ പോയത്. പോയി ചെന്ന് കയറിയത് വിഷ്ണുവേട്ടന് അങ്ങേരുടെ കയ്യിൽ നിന്ന് വെടി കിട്ടിയില്ലേ അവിടെ എന്ന് പറഞ്ഞ് രേണു പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും അയ്യോ, ജീവിതം അടുത്തിട്ടാണോ മരുമോനെ അവിടെ ചെന്ന് കയറിയതെന്ന് ശശികല ചോദിക്കുന്നുണ്ട്. ഇവർക്ക് പേടിക്കാനില്ലല്ലോ, ഇവരുടെ ഡാഡിയല്ലേ എന്ന് രേണു കളിയാക്കി ചോദിക്കുമ്പോഴേക്കും അത് ശരിയാണെന്ന് ശശികലയും ചിരിയോടെ പറയുന്നുണ്ട്. ഡാഡിയെ കണ്ട് ഇവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡാഡിയുടെ തനി സ്വരൂപം കാണിച്ചു.
എന്ന് രേണു പറയുമ്പോ ആണോ എന്ന് സങ്കടം അഭിനയിച്ച് ശശികല ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ രണ്ടിന്റെയും വായ മൂടിക്കെട്ടിയിട്ടെ ഇവര് പോയ വണ്ടി എടുത്തോണ്ട് അങ്ങേരങ്ങ് പോയി. പിന്നെ അച്ഛനും വിഷ്ണുവേട്ടനും ചെന്നിട്ടാ ഇവരെ അഴിച്ചു വിട്ടത് എന്ന് ചിരിയോടെ രേണു പറയുമ്പോഴേക്കും എല്ലാം കേട്ട് പൊട്ടിച്ചിരിച്ചോണ്ട് അല്ലടി മോളെ നീ എങ്ങനെ ഈ കഥയൊക്കെ അറിഞ്ഞെന്ന് ശശികല ചോദിക്കുന്നുണ്ട്. അതല്ലേ ഗുട്ടൻസ്, ഞാനേ കല്ലുവിനെ വിളിച്ചായിരുന്നു, അവള് പറഞ്ഞതാ എന്ന് രേണു ചിരിയോടെ പറയുമ്പോ ഓ എന്നാലും പണി വാങ്ങിച്ചു പിടിക്കാൻ അങ്ങ് നിലമ്പൂർ വരെ പോയി അല്ലേ മരുമോനെ എന്ന് കളിയാക്കി ചിരിച്ചോണ്ട് ശശികല ചോദിക്കുമ്പോഴേക്കും ഋതുവും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതുവരെ എല്ലാം കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ നിന്ന് മഹേഷും രേണുവിന്റെ അടുത്തേക്ക് ചെന്ന് ഞങ്ങളായിട്ട് തന്നെയാ അറസ്റ്റ് ചെയ്യിച്ചത്, അറസ്റ്റിലെത്തിച്ചത് ഞങ്ങൾ കൊടുത്ത ലീഡാ എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയുമ്പോ അതിന് മരുമോൻ കാഞ്ഞ സാധനമാ, ഒടുവിൽ തന്തക്കിട്ട് പണിഞ്ഞല്ലോന്ന് ഭാർഗവനൻ ചിരിയോടെ ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് മഹേഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഒന്ന് നിന്നെ, മറ്റേ കേസിന്റെ വിധി വരുമ്പോ മരുമോനും തന്തയ്ക്കൊപ്പം അകത്താവുമല്ലോ, അപ്പോ തന്തയുടെ കയ്യിൽ നിന്ന് കൂച്ചിന് കിട്ടാതെ നോക്കിക്കോണം, അങ്ങേർക്ക് എന്തായാലും ഒറ്റിയതിനെ കലി കാണും എന്ന് ഭാർഗവൻ ഓർമ്മിപ്പിക്കുമ്പോ ജയിലില് പിന്നെ കൊതുകും ചെള്ളുമൊന്നും ഇല്ലാത്തോണ്ട് മരുമോന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ശശികലയും കളിയാക്കി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്. അതിനകത്തൊരു മുട്ടായി കട കൂടി തുടങ്ങിയ മരുമോൻ ഹാപ്പിയാവും എന്ന് പറഞ്ഞ് ഭാർഗവൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും മഹേഷേട്ടൻ ഹാപ്പി ആവണമെങ്കിലേ ജ്യൂസ് കുടിക്കാൻ കുറെ പെൺപിള്ളേർ വേണം അല്ലേ മഹേഷേട്ടാ എന്ന് രേണു ചോദിച്ചോണ്ട് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ഭാർഗവനും ശശികലയും കൂടെ ചിരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേഷും ഋതുവും. പക്ഷെ അവിടുന്ന് പോകുമ്പോഴേക്കും പുറകെ ചെല്ലുന്ന ഋതുവിനോടായി ഇടാ വാലത്തൂങ്ങി നടന്നോട്ടോ എന്ന് രേണു വിളിച്ചു പറയുന്നുണ്ട്. ടെൻഷനോടെ മഹേഷ് സിറ്റ് ഔട്ടിൽ ചെന്നിരിക്കുമ്പോഴേക്കും ഋതുവും പുറകിലൂടെ വന്ന് തോളിൽ കൈയിട്ടുണ്ട് അച്ഛാ ഈ ഇൻസൾട്ടൊന്നും കാര്യാക്കണ്ട അച്ഛാ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതിയാ മതി, പലിശ സഹിതം നമുക്ക് തിരിച്ചു കൊടുക്കാം അച്ഛാ എന്ന് പറയുമ്പോ പലിശ മാത്രമല്ലടാ കൂട്ടു പലിശ ചേർത്ത് കൊടുക്കാം എന്ന് മഹേഷ് പറയുമ്പോ അതാണ് അച്ഛാ റൈറ്റ് സ്പിരിറ്റ് എന്ന് ചിരിയോടെ ഋതുവും പറയുന്നുണ്ട്. അവിടെ സന്തോഷിന്റെ വീട്ടിൽ ആകെ കിളിപ്പോയ അവസ്ഥയിൽ ഷർട്ട് ഇടാതെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് സന്തോഷ്. അപ്പുറത്ത് തന്നെ അവനെ നോക്കിക്കൊണ്ട് ആനന്ദം ഇരിപ്പുണ്ട്. റാണി അങ്ങോട്ട് വന്ന് അനിയ ഇതുവരെ ചായ കുടിച്ചില്ലേ, ഇത് തണുത്ത് പാട കെട്ടി ഞാൻ ചൂടാക്കി എടുക്കാം എന്ന് റാണി പറയുമ്പോ ചൂടാക്കണ്ട, വല്ലാത്ത ചൂട്, തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയെന്ന് സന്തോഷവും. ഇത് തണുത്ത് പാട കെട്ടി അനിയ എന്ന് റാണി വീണ്ടും പറയുമ്പോ ഇല്ല തണുക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷം ആലോചനയോടെ ഇരിപ്പുണ്ട്. അത് കാണേ റാണി ആനന്ദിന്റെ അടുത്തേക്ക് ചെന്ന് സന്തോഷിന്റെ ചായ തണുത്തിരിക്കുക എന്നിട്ടും ചൂടാണെന്ന് പറഞ്ഞിരിക്കുക എന്ന് പേടിയോടെ പറയുന്നുണ്ട്. കൂടോത്രമാണെന്നൊക്കെ പറഞ്ഞ് പണിക്കരൻ വിളിച്ച് നൂല് കെട്ടിയിരുന്ന ഇവന്റെ കാര്യം എന്താവും, ജോലിക്കാണെങ്കിൽ പോകുന്നുമില്ലെന്ന് ആനന്ദ് പറയുമ്പോ അന്ന് വന്ന പണിക്കര് പറഞ്ഞതാ ഇവനെ ഏതേലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനെന്ന് റാണി പറയുന്നുണ്ട്. അമ്മയും പോറ്റിയും സമ്മതിക്കണ്ടേ, ഇനി എന്താവോ ആവോ ഇവന്റെ കാര്യം എന്ന് ആനന്ദ് പറയുമ്പോഴേക്കും പോറ്റിയും മണിയും അങ്ങോട്ടെത്തുന്നുണ്ട്. സന്തോഷിന്റെ ആ ഇരിപ്പ് നോക്കിക്കൊണ്ട് ടെൻഷനോടെ പോറ്റി പറയുന്നുണ്ട് ആ വെട്ടയിലെ ഹരിയോ മറ്റോ ഇപ്പൊ ഇവന് വയ്യാത്തതറിഞ്ഞ കൃഷി ഓഫീസറുടെ ആലോചനയും മുടങ്ങുമെന്ന്. കുഞ്ഞൂട്ടൻ ഇങ്ങനെ പണിക്ക് പോവാതിരുന്ന എന്ത് ചെയ്യുമണ്ണ എന്ന് ആദ്യയോടെ മണിയും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തനിയെ അങ്ങ് മാറിക്കോളും, ആരോ വിളിച്ചോതിയതാ, വെള്ളിയാഴ്ച ഇവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയി തൊഴിച്ചാ മതി എന്ന് പോറ്റി പറയുമ്പോ മണിയും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും നടേശൻ ആനന്ദിന്റെ അടുത്തേക്ക് വന്ന് എന്താ എന്ന് ചോദിക്കുമ്പോ അച്ഛാ ഇവനെ ഏതേലും ഡോക്ടറെ കാണിക്കണം, വെള്ളമോതി നൂല് ജപിച്ചു കെട്ടിയിരുന്നാ ശരിയാവില്ല എന്ന് ആനന്ദ് ടെൻഷനോടെ പറയുമ്പോ ഞാൻ എത്ര തവണ നിന്റെ അമ്മയോട് പറഞ്ഞതാ, അളിയനും മണിയുമല്ലേ സമ്മതിക്കാത്തത്, ശാപമാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇവന്റെ കാര്യം ആകെ അവതാളത്തിലാവും എന്ന് നടേശൻ ദേഷ്യത്തോടെ പറയുമ്പോ അച്ഛൻ സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞാ മതി എന്ന് ആനന്ദും പറയുന്നുണ്ട്. മണിയും പോറ്റിയും അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. എന്താടാന്ന് മണി ചോദിക്കുമ്പോ ഇവനെ ഇങ്ങനെ നൂല് കെട്ടിയാ പറ്റില്ല, ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്ന് നടേശൻ പറയുമ്പോ നിങ്ങൾക്ക് നാട്ടുകാരെ മൊത്തം അറിയിക്കണം അല്ലേ എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. അതങ്ങ് ഒഴിഞ്ഞു പോകും നടേശ എന്ന് പോറ്റിയും പറയുമ്പോ എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാ എന്ന് നടേശൻ മണിയെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും ഇനി എല്ലാം കൂടി എന്റെ തലയിലേക്ക് അങ്ങിട്ടോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് മണി സന്തോഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് അവന്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് മോനെ കുഞ്ഞുട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും റാണിയും അങ്ങോട്ടെത്തി. അനിയൻ ചായ കുടിക്കുന്നില്ല തണുത്തെന്ന് അവൾ പറയുമ്പോ ഇപ്പോ ചൂട് കുടിക്കുന്നില്ല അവൻ എന്ന് പറഞ്ഞ് കുഞ്ഞുട്ടാ മോനെ ദേ ഈ ചായ കുടിക്കെന്ന് പറയുന്നുണ്ട്, നീ എന്താ ഷർട്ട് ഇടാതിരിക്കുന്നെന്ന് മണി ചോദിക്കുമ്പോ ചൂട് എന്ന് സന്തോഷവും. മോളെ ആ ഫാൻ ഒന്നിട്ടെന്ന് റാണിയോടായി പറയുമ്പോഴേക്കും റാണി ഫാൻ ഇടാനായി പോകുന്നുണ്ട്. റാണി ചെന്ന് ഫാൻ ഇടുമ്പോഴേക്കും ഫാൻ കറങ്ങുന്നത് കണ്ട് സന്തോഷ് പേടിയോടെ മുകളിലേക്ക് നോക്കി പെട്ടെന്ന് തന്നെ തന്റെ മുന്നിലിരിക്കുന്ന ആ ചായ എടുത്തു കുടിക്കുന്നുണ്ട്. ഒറ്റ വലിക്ക് ആ ചായ കുടിച്ചു തീർത്ത് സന്തോഷ് തന്റെ ഷർട്ട് എടുത്തിട്ടിരിക്കുമ്പോഴേക്കും മോനെ എന്താടാന്ന് പേടിയോടെ മണി ചോദിക്കുന്നുണ്ട്. സന്തോഷ് ഒന്നും മിണ്ടാതെ ചുറ്റുപാടും പേടിയോടെ നോക്കിക്കൊണ്ട് ഒരു ഇരിപ്പ. രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം കോൾ എടുക്കുമ്പോഴേക്കും സാറ് കിടന്നില്ലല്ലോ അല്ലേ എന്ന് ടീച്ചർ അമ്മയും. ഇല്ലെന്ന് സാറ് പറയുമ്പോ അതാ
സാറ് നേരത്തെ കിടക്കുന്നുണ്ട്, രാത്രി വിളിക്കുമ്പോൾ സംശയമാ സാറ് കിടന്നോന്ന് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ നേരത്തെ കിടന്നാലും ഉറങ്ങിക്കിട്ടാൻ കുറച്ച് സമയമെടുക്കും എന്ന് സാറും പറയുന്നുണ്ട്. സാർ, മോഹൻ അറസ്റ്റിലായി. നിലമ്പൂരിന്ന് തന്നെയാ പുള്ളിയെ കിട്ടിയത്. അന്ന് ഞങ്ങള് മാലതിയുടെ വീട്ടുകാരെ അന്വേഷിച്ചു പോയില്ലേ? അന്ന് അവിടെ വെച്ചല്ലേ മോഹനെ പ്രതീക്ഷിക്കാതെ കാണുന്നതും വിഷ്ണുവിനെ പരിക്കേൽക്കുന്നതുമൊക്കെ. അതിനുശേഷം രാധയും മഹേഷും ആളെ അന്വേഷിച്ച് നിലമ്പൂരിലേക്ക് തന്നെ പോയി. അവിടെ വെച്ച് അവരുടെ മുമ്പിൽ മോഹൻ വന്നു പെട്ടു. അവര് മുന്നേയുള്ള അടുപ്പം വെച്ച് ആളോട് ദുഃഖവും ദുരിതവും ഒക്കെ പറഞ്ഞു. അങ്ങേര് തനി സ്വഭാവം കാണിച്ചു. ഒറ്റാൻ വന്നതാണോന്ന് ആള് സംശയിച്ചു. അവിടെ പിടിച്ചു കെട്ടിയിട്ട് അവര് പോയ കാറും എടുത്ത് അങ്ങേര് മുങ്ങി. പിന്നെ വിഷ്ണുവും ഭാർഗവനും കൂടി പോയിട്ടാ അവരെ അവിടെ നിന്ന് രക്ഷിച്ചോണ്ട് വന്നത്. മോഹൻ പിന്നെയും മഹേഷിനെ വിരട്ടാൻ വിളിച്ചിരുന്നു. ആ നമ്പർ വെച്ച് വിഷ്ണു മോഹനെ ട്രേസ് ചെയ്തു എന്നൊക്കെ ടീച്ചറമ്മ പറയുമ്പോൾ എന്തായാലും ഒടുവിൽ ആളെ കിട്ടി അല്ലേ? ഭയങ്കര സംഭവങ്ങളാണല്ലോ. പക്ഷേ മോഹൻ പിടിയിലായി എന്ന് പറയുമ്പോഴും എനിക്കങ്ങോട്ട് എന്തോ ആശ്വസിക്കാനും സന്തോഷിക്കാനും തോന്നുന്നില്ല എന്ന് സാറും പറയുന്നുണ്ട്. സമാധാനിക്കാനും സന്തോഷിക്കാനും ഉണ്ട് സാർ. പുറം ലോകം അറിയാതിരുന്ന 2 മർഡറുകൾ കേസാക്കിയിട്ടുണ്ട്. ഒന്നാ മോഹന്റെ അച്ഛനെ ശ്വാസം മുട്ടിച്ചു കൊന്നത്. അത് മോഹന്റെ സഹോദരിയെ കൊണ്ട് തന്നെ പെറ്റീഷൻ കൊടുപ്പിച്ചു. പിന്നെ മോഹൻ 2ാമത് വിവാഹം ചെയ്ത മാലതി എന്ന സ്ത്രീയെ കൊന്നു കെട്ടിത്തൂക്കിയത്. അതും കൊലപാതകമാണെന്ന് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യമായി. മാലതിയുടെ ബന്ധുക്കളെ കൊണ്ട് തന്നെ അതും കേസാക്കി. ഇനി മോഹന്റെ കാര്യം അത്ര എളുപ്പമല്ല സാർ എന്നൊക്കെ ടീച്ചറമ്മ പറയുന്നത് കേൾക്കെ സരസ്വതി ഇതിനുവേണ്ടി നല്ല എഫേർട്ട് എടുത്തു അല്ലേ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. എന്റെ മക്കളെ കൂടി ഇയാള് പക്ഷം ചേർത്തപ്പോ ഉണ്ടായ വാശിയാത് ഇയാളെ എല്ലാ വിധത്തിലും തുറന്നു കാട്ടണമെന്ന് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കൺഗ്രാസ് സരസ്വതി, ആ ഒരു തീരുമാനത്തിന്റെ പുറകെ പോയതിന്. ഇപ്പോ വിഷ്ണുവിനെ ഷൂട്ട് ചെയ്തതും കേസായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ എന്ന് സാറ് ചോദിക്കുന്നുണ്ട്. ഉണ്ട് സാർ, അതും വധശ്രമത്തിൽ വരും. പിന്നെ വിഷ്ണു ഒരു ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം കേസിൽ പരിഗണിക്കും. അതിനും ചെറുതല്ലാത്ത ശിക്ഷ കിട്ടുമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കേസിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. എന്നിട്ടും എന്തോ ഒന്ന് ഓക്കെ അല്ലെന്ന് തോന്നുന്നു. ഐ ക്യാൻ ഫീൽ ഇറ്റ് ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇറ്റ് എന്ന് സാറും സംശയത്തോടെ പറയുമ്പോൾ അതൊരു തോന്നലാവും സാർ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അതെ ആവാം. പിന്നെ നമ്മുടെ ആ പുനർനിയമനത്തിന്റെ കാര്യം എന്തായി എന്ന് സാറ് ചോദിക്കുമ്പോൾ ഇനി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ സാർ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. വീണ ഇപ്പൊ എങ്ങനെയാ, ഓക്കെ ആണോ എന്ന് സാറ് ചോദിക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അവളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും സാർ. ജോലിയും ജീവിതവും പോയി നിൽക്കേണ്ടി വരുന്നൊരു നിൽപ്പ് ഭീകരമല്ലേ? ജോലിയോ ജീവിതമോ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ വീണയൊക്കെ വർക്ക് ചെയ്താൽ ടെസ്റ്റ് എല്ലാം ഈസി ആയിട്ട് കയറാം. സരസ്വതി അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. ജീവിതം പ്രതീക്ഷയില്ലാത്തതാണെന്ന് അവൾക്ക് തോന്നാൻ പാടില്ല എന്ന് സാറ് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സാർ. പിന്നെ ഞാൻ ഒരുപാട് സംസാരിച്ചു. സാറിന്റെ സമയം പോയി. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ, നടക്കട്ടെ സാർ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഓക്കെ ശരി സരസ്വതി, ഗുഡ് നൈറ്റ് എന്ന് സാറ് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും ഗുഡ് നൈറ്റ് പറഞ്ഞ് കോൾ വെക്കുന്നുണ്ട്. പിന്നീട് തളത്തിലെ ആട്ടുകട്ടിലിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് വീണ. ടീച്ചറമ്മ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് കാര്യങ്ങളൊക്കെ മെല്ലെ നമുക്ക് അനുകൂലമാവുന്ന പോലെ അല്ലേ കുഞ്ഞി? മോഹന്റെ അറസ്റ്റ്, എന്റെ റീജോയിനിങ് ഉത്തരവ്, പിന്നെ രാധയിലും മഹേഷിലും വന്ന നല്ല മാറ്റങ്ങൾ, ജീവിതത്തിൽ പണ്ടൊന്നുമില്ലാത്ത തരത്തിൽ പ്രതീക്ഷ തോന്നുന്നു. ഇനി എന്റെ കുഞ്ഞിക്കൊരു ജോലി കൂടി ആയാല് അമ്മയ്ക്ക് സമാധാനമായി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതൊക്കെ ഞാൻ PSC എഴുതിയെടുക്കുമല്ലോ അമ്മ എന്ന് കുഞ്ഞിയും പറയുന്നുണ്ട്. ടീച്ചറായിട്ട് കണ്ണേറ്റിക്കരയിൽ തന്നെ കയറണം കുഞ്ഞി എന്ന് അമ്മ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ എഴുന്നേറ്റുകൊണ്ട് അപ്പോഴെനിക്ക് അമ്മയുടെയും മേരിക്കുട്ടി ടീച്ചറുടെയും കൂടെ വർക്ക് ചെയ്യാലോ, അത് അടിപൊളിയായിരിക്കുമെന്ന് സന്തോഷത്തോടെ അവൾ പറയുന്നുണ്ട്. കണ്ണേറ്റിങ്കര ഞങ്ങൾ മാത്രമല്ല മദനനും കമലവും ഒക്കെയുണ്ട് എന്ന് ടീച്ചറമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അതും ഒരു രസം. പിന്നെ നീനയും മിഥുൻ സാറും ഉണ്ടല്ലോ, നമ്മുടെ ടീം തന്നെ സ്ട്രെങ്ത് അല്ലേ എന്ന് വീണ ചിരിയോടെ ചോദിക്കുമ്പോൾ ആഹാ അതിനിടയ്ക്ക് ടീമുമായോ എന്ന് ചിരിയോടെ ചോദിച്ചോണ്ട് നാളെ കോടതിയിൽ ട്രയൽ എന്താവോ എന്തോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.